ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ഇനോഗ്രേഷന് പോയി. ഇനോഗ്രേഷൻ വെച്ചാൽ ഞങ്ങളിവിടെ പണ്ട് വർക്ക് ചെയ്തിരുന്ന ഞങ്ങളുടെ ഒരു സ്റ്റാഫുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ സിസ്റ്ററിൻ്റെ മോള് സ്റ്റാർട്ട് ചെയ്ത ഒരു ബ്യൂട്ടി പാർലർ. അപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ ആ കുട്ടി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, ആൻറ്റി ഞങ്ങളിവിടെ അടുത്തൊരു ബ്യൂട്ടി പാർലർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ആൻറ്റിക്കൊന്ന് വന്ന് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്നെയാണോ ഇനോഗ്രേഷനൊക്കെ പറഞ്ഞൊരു വിളി വരുമ്പോഴത്തേക്ക് അത് എന്നെ ആകുമ്പോൾ ഞാനിങ്ങനെ എന്നെയോ, കാരണം യൂഷ്വലി പിള്ളേർക്ക് വേണ്ടിയായിരിക്കുമല്ലോ ഇവിടെ മിക്കപ്പോഴും കോൾസ് വരുന്നത്. അമ്മൂനൊക്കെ വേണ്ടിയായിരിക്കും കൂടുതൽ കോൾസ്. എന്നെ ആയിരിക്കും, നമ്മളെ ചുറ്റിപ്പറ്റിയൊക്കെ അറിയാമെന്നുള്ള കുറച്ച് പേര് എന്നെ ആയിരിക്കും വിളിക്കുന്നത്. അപ്പം ഞാനോ എന്നെയോ എന്ന് വിളിച്ചപ്പോൾ ആൻറ്റി എന്ന്. ഓക്കെ, അങ്ങനെ ഇന്നിപ്പോൾ ആ ഇനോഗ്രേഷൻ ഞാനിപ്പോൾ അങ്ങോട്ട് പോയിട്ട് വന്നതേ ഉള്ളൂ. ഒരുപാട് പരിചയക്കാരോടെ കാണാൻ പറ്റി. ഞങ്ങളുടെ വീടിൻ്റെ വളരെ അടുത്താണ് കേട്ടോ. സോ ഐ വിഷ് ദം ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ അവിടെ എടുത്ത കുറച്ച് ക്ലിപ്പിങ്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വന്നാലോ. Look who's eating papaya. Which girl is eating papaya? What's that doll's name? സാഹിബ. ഈ ഡോളിനെ ഇവരിട്ടേക്കുന്ന പേരാണ് സാഹിബ. എനിക്ക് ഇന്നവിടെ ഇനോഗ്രേഷൻ ഒരു ഗിഫ്റ്റ് കിട്ടി. ശനി കാണണം. ഇത് അമ്മു ഈ അടുത്ത് ഇട്ടോണ്ടായിരിക്കും ഈ പടം ചെയ്തല്ലേ. അപ്പൊ ഞാൻ പറയായിരുന്നു, ഇത് നമ്മളെടുത്ത ഫോട്ടോ അല്ലല്ലോ, മാഗസീന് വേണ്ടി എടുത്താണ്ട് നമ്മുടെ ഇതിന്റെ പ്രിന്റ് പോലും ഇല്ല. ആക്ച്വലി ഫേസ്ബുക്കിൽ അവിടെ ഇവിടെയൊക്കെ ഉള്ള. ഓ ക്യൂട്ട് 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 ക്യൂട്ട്. എല്ലാരും ചോദിക്കുമായിരുന്നു ഓസിയുടെ എന്താ റെഡ് ആയിപ്പോയി. ആക്ച്വലി ഓസിയുടെ ടോപ്പ് ബ്ലൂ പോർഷൻ കാണുന്നില്ല, ബ്ലൂ ഒളിഞ്ഞിരിക്കുക.
റെഡ് ആ സ്കേർട്ടിൻ്റെ ഒരു എഡ്ജാണ് വെളിയിൽ കാണുന്നത്. ക്യൂട്ട്. ബേബി ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. സോ ക്യൂട്ട്. മാസല്ലേ. ഇവര് കണ്ട് ക്യൂട്ട്, പക്ഷെ ഇവര് മറ്റേ അത്ര ക്യൂട്ടല്ല, കാരണം ആ ഏജ് കഴിഞ്ഞു. ഞാനും കുഴപ്പമില്ല. ഇതാണ് ക്യൂട്ട്. വെരി ക്യൂട്ട്. രണ്ടും ചേച്ചി അനിയത്തി സ്ക്വിഡ് ഗെയിമിന്റെ ടീഷർട്ട്. ഒന്ന് അതിന്റെ ബാക്ക് കാണിക്കുമോ? സ്ക്വിഡ് ഗെയിം ഫാൻസ് ആണ് ഇവര്. ഹായ്. നമ്മൾ ഈ അടുത്ത് എവിടെ വാങ്ങിച്ചേടാ? മാക്സ് എന്ന് വാങ്ങിച്ച രണ്ടുപേർക്കും ഒരു ടീഷർട്ട് ഗിഫ്റ്റായിട്ട് അവിടെ നിന്ന് കിട്ടിയ ഫോട്ടോഗ്രാഫ് ഇഷാനിക്കും ഹൻസുവിനും ഭയങ്കര ഇഷ്ടമായി. അവർ രണ്ടുപേരും ഭയങ്കര ക്യൂട്ടാണ് അതിൽ. അമ്മും ഓസിയും അപ്പോൾ ആ ഇച്ചിരി കൂടെ ഒരു കുട്ടിത്തത്തിൽ നിന്നൊരു ഭംഗിയൊക്കെ മാറുന്ന ഒരു ഏജ് ഉണ്ടല്ലോ, ആ ഒരു ഏജ്. ഒരു 10 വയസ്സ്, അമ്മൂന് 10-11 വയസ്സ്. കാക്ക ഞങ്ങളുടെ അപ്പുറത്തെ കോമ്പൗണ്ടിലെ കുറേ ചക്ക നിൽക്കുന്നു. കണ്ടോ? ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം. അങ്ങനെ അവിടെ ഞാൻ നിന്നപ്പോൾ അവിടെ നമ്മൾ തീ കത്തിക്കുന്നതിൻ്റെ ഉള്ളിലൊക്കെ ആരോ ഇന്നലെ കുറച്ച് പ്ലാസ്റ്റിക് ഡബ്ബയോ 1-2 പൊട്ടുന്ന കുപ്പിയൊക്കെ ഇട്ടേക്കാണ്. ഞാൻ അതൊക്കെ ജോബിനെ വിളിച്ച് നമ്മളതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞാൻ ഇന്നലെ ഇട്ട ഒരു വീഡിയോയിൽ എൻ്റെ ഫോണിൽ കിടന്ന കുറേ ഒരു 1 വീക്കിൽ ഫുട്ടേജസ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരുന്ന എടുത്തിട്ടായിട്ട് ഇന്നലെ ആ വീഡിയോ ഒക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ ഞാനിങ്ങനെ ഫോണിലൂടെ നോക്കിയപ്പോഴത്തേക്ക് ഒരു ദിവസത്തേക്ക് ഒരു ഫുട്ടേജ് ഞാൻ ഇടാൻ മിസ്സായിപ്പോയി. ഞങ്ങളുടെ ഡാൻസ് ടീച്ചറുണ്ട്, കലാമണ്ഡലം വിമല മേനോൻ ടീച്ചർ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ടീച്ചറും അവിടെയുള്ള നമ്മുടെ അജയനും, പിള്ളേർ അജയൻ മാമൻ എന്ന് വിളിക്കുന്ന അജയനും. ഒരു ദിവസം രാത്രിയാവും ടീച്ചർ ഇവിടുത്തെ ഒരു അമ്പലത്തിൽ ഗസ്റ്റായിട്ടൊരു പ്രോഗ്രാമിന് പോയിട്ട് എന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഓസിക്കായിട്ട് കേക്കൊക്കെ വാങ്ങി ഓസിയെ കാണാനായിട്ട് മെയിനായിട്ട് വന്നത്. പക്ഷെ ആ ദിവസം തൊട്ട് മുന്നേ ഓസി വോമിറ്റ് ചെയ്ത് അങ്ങനെ ഒട്ടും വയ്യാതെ ഓസി ഉറങ്ങിപ്പോയി. ആ സമയം നേരത്തെ ഒരു 8 മണിക്ക് ഓസി പോയി കിടന്ന് ഉറങ്ങി. അവിടെ ഇങ്ങനെ ഓസിയെ കാണാൻ പറ്റിയില്ല. അന്നായിരുന്നു അമ്മുവിൻ്റെ ഫോട്ടോഷൂട്ട്. നിങ്ങളൊക്കെ പറഞ്ഞില്ലേ ആ ഒരു ബ്ലാക്ക് സാരി ഇട്ടിട്ട് ഞാൻ അമ്മുവിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ വന്ന് ഞാൻ കുളിക്കാൻ തലയിൽ എണ്ണയൊക്കെ ഇട്ട് കുളിക്കാൻ കയറാൻ ഇങ്ങനെ പോയപ്പോഴാണ് ടീച്ചർ വന്നത്. പിന്നെ ഒരു അരമണിക്കൂർ ടീച്ചറുമായിട്ട് ഇരുന്നൊക്കെ സംസാരിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അന്ന് ടീച്ചർ വന്നപ്പോൾ എന്തെങ്കിലും ഫുട്ടേജസ് ഞാൻ ഉണ്ടോ എന്ന് നോക്കട്ടെ. ഐ ഷെയർ ദാറ്റ് ആൻഡ് കം ബാക്ക്. തുണിയെടുത്ത് ഓർമ്മയില്ലേ? പിള്ളേര് സാരി വരുന്നതിന്റെ കൂടെ ചാക്കി ചാക്കിട്ടിട്ടു. പക്ഷെ നല്ല ബ്ലൗസ്, നല്ല ഭംഗിയുണ്ട്. അതിങ്ങനെ ഈ സെറ്റ് മുണ്ടുമായിട്ട് മാച്ചിങ് ആയി, അടിപൊളിയായിട്ടുണ്ട്. അമ്മയുടെ ബ്ലോഗാണ് ഞാൻ ഇത് എടുക്കുന്നത്. ഞാൻ എപ്പോഴെങ്കിലും എന്റെ വീഡിയോ ഇടുമ്പോ ഡാൻസ് ടീച്ചറാണ്, എല്ലാവർക്കും അറിയാലോ. എല്ലാവർക്കും അറിയാം. ഏത് വർഷത്തിലായിരിക്കും? 2004 അല്ലേ ജോയിൻ ചെയ്തേ? ഹൻസ് ജനിക്കണേന് മുമ്പ്. 4, 5, 6, 7, 8 ഹൻസ് ജനിക്കണേന് മുമ്പ് ജോയിൻ ചെയ്തു. അമ്മു 12th പഠിക്കുമ്പോൾ മോഹിനിയാട്ടം ഗ്രൂപ്പൊക്കെ ചെയ്തത്. നമുക്ക് എല്ലാവർക്കും പണ്ട് ഭയങ്കര പേടിയായിരുന്നു. അത്ര പേടിയില്ല. ഓസിക്കായിരുന്നു ഏറ്റവും മഴ കിട്ടുന്നത്. ആയിരുന്നു. അതെ, ഓസിയുടെ കമ്മല് ടീച്ചറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ കാണാനാ വന്നേ. പക്ഷെ ഓസി വഴിയല്ല. കാണുന്നവർ വിചാരിക്കും ഞാൻ ടീച്ചർ വരുന്നത് അറിഞ്ഞിട്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് വെച്ചേക്കാം. അത് വേണ്ടതാണല്ലോ. Lian, let me see you. അവര് പോയി. Lian, show your face. Lian, show your cute face. I can't see. Poda. Lian, I saw your vlog. Lian, I saw your vlog where you got the Christmas presents. What Christmas? Which grandma gave you? That was. This is Grandma gave me a Super Mario bag. Look. Oh, the blanket. Super Mario. Are you happy with the blanket, Lian? Yeah. Now me and Mom made it too. Now me and Mom made it for Mario bag. Oh.
Leanne, do you miss us? സോ ദാറ്റ്സ് ദാറ്റ്. ടീച്ചറുടെ വീട്ടിൽ ഡാൻസിന് ഇവർ പോകുമ്പോൾ ഒത്തിരി മെമ്മറീസ് ഉണ്ട്. ഏറ്റവും അധികം വഴക്ക് എപ്പോഴും കിട്ടിയിരുന്നത് ഓസിക്കാണ്. ഓസി അവിടുത്തെ ഒരു വികൃതി കുട്ടിയായിരുന്നു. മാക്സിമം ലൈക്ക് ടീച്ചർ വഴക്ക് പറയുമ്പോഴൊക്കെ അവിടെ നിന്ന് ചിരിക്കും. അപ്പോൾ ടീച്ചർ പുറത്തൊക്കെ ഇറക്കി നിർത്തും. കുട്ടി വെളിയിൽ പോയി നിൽക്കുന്നൊക്കെ പറയുമായിരുന്നേ. ഓസിക്ക് അങ്ങനെ ഒരു പണിഷ്മെൻറ്റ് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ക്ലാസ്സിൻ്റെ വെളിയിലൊക്കെ ഇറക്കി നിർത്തിയാൽ അത് ഓസിക്ക് ഭയങ്കര ക്രെഡിറ്റാണ്. ഭയങ്കര സന്തോഷമായിട്ട് അവിടെ നിൽക്കും. പണിഷ്മെൻറ്റ് കിട്ടിയാലും ടീച്ചേഴ്സ് ചീത്ത പറഞ്ഞാലും ഒക്കെ അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളായിരുന്നു ഓസിക്ക് ഇത്തവണ നമ്മൾ ഓസിയുടെ ഇത്തവണ കല്യാണത്തിന് വളരെ മിനിമം ആയിരുന്നല്ലോ ഗസ്റ്റ്. അപ്പോൾ അതിൽ ഓസി എടുത്ത് പറഞ്ഞ് വിളിക്കണം എന്നും പറഞ്ഞതാണ് ഓസിയുടെ ഡാൻസ് ടീച്ചർ, ഓസിയുടെ മ്യൂസിക് ടീച്ചർ, നമ്മൾ കല എന്ന് പറഞ്ഞ ടീച്ചറാണ് ഇവർക്ക് കാലങ്ങളോളം മ്യൂസിക് പാട്ട് പഠിപ്പിച്ചേ, ക്ലാസിക്കൽ. അപ്പോൾ ആ ഓരോ ദിവസവും ടീച്ചർ വരുമ്പോൾ ഇവർക്കൊന്നും ക്ലാസ്സിൽ പോയിരിക്കാൻ തീരെ ഇഷ്ടമല്ല. എന്നെ ചീത്ത പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. പക്ഷേ എന്നാലും പിള്ളേർക്ക് മ്യൂസിക്കിൻ്റെ ഒരു സെൻസ്, ആർക്കും അത്ര ഗംഭീര സൗണ്ടല്ല ഞങ്ങളുടെ വീട്ടിൽ. പിള്ളേർക്കും ഒക്കെ എന്നെപ്പോലെ നല്ല റഫ് സൗണ്ടാണ് പൊതുവെ. പാടാൻ വലിയ ഒരു കഴിവുള്ളവരല്ല. അമ്മു അത്യാവശ്യം പാടും. എന്നാലും ഒരു ജന്മനാ ഒരു പാട്ട് പാടാനുള്ള കഴിവ് ആർക്കുമില്ല. എന്നാലും മ്യൂസിക്കിനെ കുറിച്ചൊക്കെ ഒരു അത്യാവശ്യം ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു താളബോധം, എന്തെങ്കിലും കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കണം എന്നൊക്കെ കുറച്ചെങ്കിലും ഒരു ബേസിക് മ്യൂസിക് പഠിച്ചിരിക്കണം നല്ലതാണ്. അതിൻ്റെ നമുക്ക് ഒരുപാട് അതുപോലത്തെ പാട്ടുകൾ ഒക്കെ ഇങ്ങനെ ഒരു ടീച്ചർ വന്ന് കുറച്ച് വർഷങ്ങൾ പഠിക്കുമ്പോൾ ഒരു ബേസ് കിട്ടും. ഇറ്റ്സ് നൈസ്. ഞാനൊക്കെ കൊച്ചിലെ എൻ്റെ സ്കൂളിൽ വീണ പഠിച്ചിട്ടുണ്ട്, ഹാർമോണിയം പഠിച്ചിട്ടുണ്ടായിരുന്നു, ബാക്ക് പൈപ്പ്, ബാൻഡിൽ ബാക്ക് പൈപ്പ് ചെയ്യുമായിരുന്നു. അത്യാവശ്യം പാട്ട് ഒക്കെ പഠിച്ചിട്ടുള്ളപ്പോൾ നമുക്കൊരു ചെറിയൊരു, നമ്മളതിൽ വലിയൊരു മാസ്റ്ററൊന്നും ആവണ്ട, എന്നാലും കുറച്ച് ഒരു നോളേജ് കാണും, അതിനെക്കുറിച്ച് ഒരു താളബോധം കാണും, എല്ലാം കാണും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഇവർക്ക് പാട്ട് ക്ലാസ് വീട്ടിൽ വെച്ചിരുന്നത്. ഞാൻ ആക്ച്വലി കുഴപ്പമില്ലാതെ പാടുമായിരുന്നു കേട്ടോ. ഓസി നന്നായിട്ട് പാടുമായിരുന്നു. ഹൻസു നല്ലപോലെ, എല്ലാവരും അമ്മൂന്ന് പാടും, മിഷാൻ എല്ലാവരും പാടുമായിരുന്നു. ഒരുപാട് നല്ല പാട്ടുകൾ ടീച്ചർ. ഇപ്പം കല ടീച്ചറിൻ്റെയൊന്നും എപ്പോഴും വഴക്ക് കിട്ടുന്നത് ഓസിക്കായിരുന്നു. ഓസി എന്തെങ്കിലും വികൃതി കാണിക്കും, കോമഡി കാണിക്കും, അവിടെ ഇരുന്ന് എപ്പോഴും ചിരിക്കും, സ്ഥിരമായിരുന്നു. അപ്പം അങ്ങനെ ഡാൻസ് ടീച്ചറിനെ വിളിക്കണമെന്ന് പറഞ്ഞു, പാട്ട് ടീച്ചറിനെ വിളിക്കണം. പിന്നെ ഇവിടെ ആദ്യത്തെ ട്യൂഷൻ ടീച്ചറുണ്ട് ദീപ്തി. ഞങ്ങളുടെ ഇവിടെ അടുത്തായിരുന്നു ദീപ്തി താമസിക്കുന്നത്. ദീപ്തി ആയിരുന്നു ആദ്യമായിട്ട് ഇവിടെ ഇവർക്ക് ട്യൂഷൻ എടുക്കാൻ വരുന്നത്. അപ്പോൾ ദീപ്തിയുടെ നിന്ന് മാക്സിമം വഴക്ക് കിട്ടിയിട്ടുണ്ടാവുക ഓസിക്കായിരുന്നു കാണും. ഓസിക്കിന് ഒരു 5 മിനിറ്റിനകത്ത് ഓസി എന്തെങ്കിലും ഒരു വികൃതി കാട്ടിക്കൂട്ടി ചിരിച്ച് ബഹളം വെച്ച് വഴക്ക് പറഞ്ഞാലും ചിരിക്കും, അടി കൊടുത്താലും ചിരിക്കും, അങ്ങനെയായിരുന്നു ഓസി. അതുകൊണ്ട് ഓസിക്ക് ഈ വഴക്കും അടിയൊക്കെ കിട്ടിയിട്ടുള്ള ടീച്ചേഴ്സിനെ എല്ലാവരെയും ഓസിക്ക് വിളിക്കണം. ഓസിക്ക് അവരോടൊക്കെ ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓസിയുടെ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്നത് കണവയുണ്ട്, കണവ തോരൻ, പിന്നെ ഇന്നലത്തെ മീൻകറിയുണ്ട്, പിന്നെ ഇന്ന് നേരം എന്തോ അപ്പച്ചി ആക്കുന്നു എന്ന് പറഞ്ഞില്ല. അമ്മൂന് രസം വേണമെന്ന് പറഞ്ഞു. അമ്മ ഇപ്പോൾ പുറത്ത് പോയിക്കാം. ഒന്ന് ഹൻസ് എന്നവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ലഞ്ച് കഴിക്കാൻ പോവാം. അത്രയൊക്കെ തന്നെ. പിന്നെ വേറെ ഒന്നുമില്ല. ഞാൻ മുകളിൽ എന്തായി നമ്മുടെ കിച്ചണിൽ പോയി. എനിക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം, ഒന്ന് പുറത്ത് പോകാൻ. ഇത് പണ്ട് ചെന്നൈയിൽ നിന്ന് വാങ്ങിയൊരു ഡ്രസ്സാണ്. കാണാൻ കുഴപ്പമില്ല, എന്നാലും വലിയ കംഫർട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റി എൻ്റെ സ്ഥിരം വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ട് വരട്ടെ, ഒന്ന് കടയിലൊക്കെ പോയി. ഇവിടെ കിച്ചൺ കബേർഡൊക്കെ പൊളിച്ചപ്പോൾ ഒത്തിരി ഡോർസ് ഉണ്ടായിരുന്നു, നല്ല ഡോർസ്. കബേർഡിൻ്റെ ഡോർ, അപ്പച്ചിയുടെ റൂമിൽ കബേർഡിൻ്റെ ഡോറിനൊന്നും ഒന്നും പറ്റിയിട്ടില്ല. അതൊക്കെ നല്ല തടി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് വേറെ ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ആ ഇളക്കിയതെല്ലാം അപ്പച്ചിയുടെ നാട്ടിൽ നിന്ന് ഒരു വണ്ടി വരും, അവരുടെ എവിടെയോ യൂസ് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട് ഒരു വണ്ടി വരും, ആ തടിയൊക്കെ എടുത്തിട്ട് പോകാൻ. അപ്പോൾ ഞാനിവിടെ നമ്മൾ കബേർഡൊക്കെ ഒന്ന് റാൻസാക്ക് ചെയ്തിട്ട് ഇവർക്കൊക്കെ ഈ കോവിഡ് ടൈമിലൊക്കെ ഈ കൊളാബറേഷന് വേണ്ടി വന്നിട്ടുള്ള ധാരാളം ഡ്രസ്സസ് ഉണ്ട്. വെച്ചാൽ ഡ്രസ്സിൻ്റെ ഫോട്ടോ എടുത്തിടാൻ, അല്ലെങ്കിൽ ഡ്രസ്സ് ഇടാതെ തന്നെ അതിനെ എടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി ക്ലോത്ത്സ് ഉണ്ട്. അങ്ങനെ ഞാനിന്ന് അതെല്ലാം കുറേ എടുത്തു കൊടുത്തുവിടാൻ. 4 ബോക്സ് നിറച്ച് അവിടെ കൊണ്ട് വെച്ചേക്കുക. ഇന്ന് രാവിലത്തെ എൻ്റെ ഒരു ജോലിയായിരുന്നു അത്. ഭക്ഷണം എന്തായാലും നമുക്ക് നോക്കാം. ഇതല്ലല്ലോ ഇന്നത്തെ വലിയ കണവ.
വലിയ കടവാണ്. അങ്ങനെ മേക്ക് ഷിഫ്റ്റ് കിച്ചണുമായിട്ട് എല്ലാവരും പതുക്കെ പൊരുത്തപ്പെട്ട് വരുന്നുണ്ട്. ബുദ്ധിമുട്ടാണ്, കാരണം താഴെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും എടുക്കും, പിന്നെ ഓടി ഓടി മേലോട്ട് വരണം. മേലോട്ടും താഴോട്ടുള്ള ഓട്ടം അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല, വേറെ ഒരു വഴിയില്ല. ഇന്ന് സൺഡേ ഉണ്ടെന്ന് പണിക്കാരൊന്നും ഇല്ല. പൊട്ടിച്ചിട്ട് സിമെൻറ്റ് കട്ടയെല്ലാം എടുക്കാൻ ആൾ വരുന്നതാണ് അർജുൻ പറഞ്ഞിരുന്നത്. പക്ഷേ ആരും വന്നില്ല. എന്നോട് പറഞ്ഞു, ആൻറ്റി നാളത്തെ കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ ആവും, എന്നിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഈ റോസും പണ്ടതിൽ ഒത്തിരി പൂ വരുമായിരുന്നു, അപ്പോൾ അത്ര പൂവില്ല. ഈ ചട്ടിയിൽ കിച്ചു ഏതോ ഒരു ചെടി നട്ടു വെച്ചേക്കുക. എന്ത് ചെടിയാണെന്ന് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് കണ്ടെടുത്തോളം ഗ്ലാഡിയോലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൂവുണ്ടല്ലോ, ഇങ്ങനെ നീണ്ടു വന്നിട്ട്, അതാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു സീഡ് പോലെയൊക്കെ തോന്നുന്നു. ഞാൻ ഡെയിലി വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്, അത് ക്ലച്ച് പിടിക്കുന്നില്ല. ചെറിയൊരു മഴക്കോള്. ഹൻസുവിനെ കൊണ്ട് പുറത്ത് പോകണം. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി സാധാ ഒരു ലോക്കൽ ചുരിദാർ ഇട്ടിട്ട് വരട്ടെ. ഓക്കേ, ബൈ. സ്പ്രിങ്ങിൽ വന്നു. സ്പ്രിങ്ങിൻ്റെ വെളിയിലത്തെ ചെടിയാണ്. ഇവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നു നട്ടേക്കുന്നത്. ഇത് ഇങ്ങനെ വളരുന്നതൊക്കെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളി. പുള്ളിയൊന്ന് എനിക്ക് എന്തൊക്കെയോ ടിപ്സ് പറഞ്ഞു തന്നു കേട്ടോ, പക്ഷേ ഞാൻ അപ്പോഴേ മറന്നുപോയി. എൻ്റെ ചുരിദാറൊക്കെ മാറ്റി എൻ്റെ ഇതെൻ്റെ യൂണിഫോം ഡ്രസ്സാണ്. 3-4 ഉണ്ട്, 3-4 കളർ. അതൊക്കെ ഇട്ട് ഞാൻ ഹൻസിനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഷോപ്പിങ്ങിന്. പ്ലസിലേക്ക് ഈ സെക്യൂരിറ്റീസ് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. എത്ര കാലമായിട്ട് ഇവിടെ ഉള്ളവരാ. കുറേ നാളിന് ശേഷം അങ്ങനെ ഒരു മഴ പെയ്യും. അയ്യോ, മഴ പെയ്താൽ നമ്മുടെ മേക്ക് ഷിഫ്റ്റ് കിച്ചൻ്റെ വാഷിംഗ് ഒക്കെ കുളമാവുമല്ലോ. അത് പുറത്താണ്. ആ കൊള്ളാം. ഐ ലൈക്ക് യുവർ സ്റ്റൈൽ ഹൻസു. എവിടെന്നാ ഡ്രസ്? രണ്ടും എൻ്റെതല്ല. ആരുടേതാ? ചെറുതാകുമ്പോ എനിക്ക് തരും, ഞാൻ ഡൊണേറ്റ് ചെയ്യും. നീ ഡൊണേഷൻ അക്സെപ്റ്റ് ചെയ്യും ഓസിയുടെ ഡൊണേഷൻ. കൊള്ളാം. ഓക്കെ ബേബി. ഇതാണ് എൻ്റെ ഒറിജിനൽ ഫോട്ടോ. ഞാൻ അതിനെ ഇങ്ങനെ ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഈ അടുത്ത് അമ്മ സ്ട്രേറ്റ് ഹെയർ ചെയ്തപ്പോൾ ഐ ഫെൽറ്റ് വി ബോത്ത് ലുക്ക് വെരി സിമിലർ. ഒന്നും കേൾക്കാൻ പറ്റില്ല. സിനിമാറ്റിക് ആണെങ്കിൽ ഞാൻ പ്ലീസ്.
ഡിസൈഡ് ചെയ്യും. അമ്മ ആദ്യമായിട്ടാണോ ക്രെപ്പ് കഴിക്കുന്നത്? അല്ല, നമ്മൾ പുറത്തെവിടെ കഴിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് എ ബിറ്റ് വൈറ്റ് കളർ, ഇറ്റ് ബ്രൗൺ നോ. പക്ഷേ ടേസ്റ്റ് സെയിം ആണ്. യാ, ടേസ്റ്റ് ഇസ് ദ സെയിം. ആ സ്ട്രോബെറി എങ്ങനെയുണ്ട്? ഞാനും ആദ്യം ക്രെപ്പിൻ്റെ കളർ കണ്ടപ്പോൾ ഒന്ന് സ്ട്രെസ്ഡ് ആയി. ബട്ട് ലൈക്ക് ചോക്ലേറ്റ് മിക്സ് ആക്കിയിട്ടുള്ളത് ഇഷ്ടമല്ല. ഗുഡ് ഗേൾ. നമ്മളങ്ങനെ പോയി ആ കിച്ചണെല്ലാം കണ്ടു. നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുറേ സജഷൻസും പറഞ്ഞു. തിരിച്ചെത്തി. അപ്പോൾ ഇനി ഞാൻ പോയി കുളിച്ചിട്ട് ഇന്നൊന്ന് റിലാക്സ് ചെയ്യട്ടെ. നാളെയൊക്കെ ഉള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് എൻഡ് ചെയ്യാൻ തോന്നുന്നു. ഓസിക്കായിട്ട് ഒരു നാരങ്ങ പിക്കിൾ ഇടാറുണ്ട്. അത് ഞാൻ കുളിച്ചിട്ട് പോയിട്ടിടാം. അതിടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുമില്ല പ്രത്യേകിച്ച്, അത് എന്നാലും അതൊന്ന് ഞാൻ ഷെയർ ചെയ്യും. ഓക്കെ, ഇനി ഞാൻ പോയി കുളിക്കട്ടെ. എനിക്കിന്ന് ഇനോഗ്രേഷന് പോയപ്പോൾ കിട്ടിയ റോസാണ്. അതിനെ നമ്മളിങ്ങനെ ആക്കി. ഇത് കണ്ടോ? ഇത് ആക്ച്വലി ഇത് ജ്വല്ലറിയൊക്കെ വെക്കാൻ പറ്റുന്ന, ജ്വല്ലറിയിൽ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന പൗച്ചാണ്. ആദ്യം അമ്മു വാങ്ങിയ ഏതോ ഒരു ജ്വല്ലറി ബോക്സിലുണ്ടായിരുന്നു. അങ്ങനെ അമ്മുൻ്റെ നീ 1-2 മേടിച്ചു. അങ്ങനെ ഞാൻ ചില ജ്വല്ലറിയൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ബാഗിലൊക്കെ വെക്കാൻ കൊള്ളാം. ഇത് ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല സംഭവമാണ്. നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണ ഒരു, ഇപ്പോൾ ബോക്സൊക്കെ കൊണ്ടുപോയി പേഴ്സിൽ വെക്കാൻ ബുദ്ധിമുട്ടല്ലേ, ഡബ്ബ. ഇതാകുമ്പോൾ നമ്മൾ ഈ മോതിരം എല്ലാം ഊരിയിട്ട് ഇതിനകത്ത് വെച്ചാൽ നമുക്കുള്ള ഹാൻഡ് ബാഗിനുള്ളിലത്തെ സിബിലൊക്കെ തന്നെ വെക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാനെല്ലാം കുളിക്കാനായിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമായിരുന്നു കുറച്ച് മുമ്പ്. അപ്പോഴത്തേക്ക് ഹൻസു എന്നോട് ദിസ് ഡ്രസ് ഇസ് ക്യൂട്ട് ഫ്രം വേർ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഐ വോണ്ട് ടു ഷെയർ വിത്ത് യു. ഇത് ഞാൻ എത്നിക് വീവ്സിൽ തയ്പ്പിച്ച ഒരു ഡ്രസ്സാണ്. ധാരാളം പേര് എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ടൈപ്പ് ഡ്രസ്സുകൾ ഇടുമ്പോൾ എത്നിക് വീവിലും എൻക്വയറി ചെയ്യാറുണ്ട് ഈ ഡ്രസ്സിനെ കുറിച്ച്. നോക്കിയേ, ഇതാണ് എൻ്റെ പാറ്റേൺ. ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ടാണ് തയ്ക്കുന്ന ഒരു വീനെക്ക്. ഇവിടെ ഒരു ഡിസൈൻ, ഇതിലൊരു തട്ട് പോലെയുണ്ട്. ചിലതിൽ അത് കാണില്ല, സിമ്പിളായിരിക്കും. ചിലതിൽ ഇവിടെ എന്തെങ്കിലും ഒരു യോക്ക് പോലെ ചെയ്യും. കൈ ഇത്രയും വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ. ഇതിലെനിക്കൊരു ലേസൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇത് അത്യാവശ്യം നല്ലൊരു പ്രിൻ്റാണ്. ഇതുണ്ട്, ഇതിൻ്റെ ഒരു ബ്ലൂ ഉണ്ട്, പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡുണ്ട്, 3 ഉണ്ട്. പിന്നെ കോട്ടൺ. ഇത് കോട്ടൺ അല്ല കേട്ടോ, ഇത് മറ്റേ അജ്രക്കിൻ്റെ ചെറിയൊരു സിൽക്ക് പോലത്തെ മെറ്റീരിയലാണ്. അതിൻ്റെ ഫ്ലോ കുറച്ച് നല്ലതാണ്. പക്ഷേ ഇതെനിക്ക് കുറച്ച് AC ഒക്കെ ഉള്ളിടത്ത് ഇരുന്നാൽ കൊള്ളാം. അല്ല ചൂടത്ത് നിന്നാൽ ഇപ്പോൾ ചൂടെടുക്കും. അവിടെ ഞാൻ വീട്ടിലിപ്പോൾ സ്ഥിരം ഇടുന്ന ഈ ടൈപ്പിലുള്ള കോട്ടൺ മെറ്റീരിയൽ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. അപ്പോൾ ഇതാണ്. ഇതിന് എനിക്ക് തോന്നുന്നു ഒരു 5 മീറ്ററൊക്കെ വേണ്ടി വരും. തുണി ഒരു 5 മീറ്റർ വേണ്ടി വരും. ആൻഡ് ഇത് കുറച്ച് തിക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് ആക്ച്വലി ലൈനിങ് കൂടി വേണ്ട. കോട്ടൺ ഞാൻ ഈ അടുത്ത് സോഫ്റ്റ് കോട്ടൻ്റെ 2-3 വാങ്ങിച്ചപ്പോൾ ഞാൻ ഉള്ളിൽ എനിക്ക് മറ്റേ അതേ ഫ്ലെയറിൽ ലൂസിൽ പെറ്റിക്കോട്ട് പോലത്തത് ഡീപ്പ് നെക്ക് വെച്ച് തച്ച് തരാൻ പറയും. അതാകുമ്പോൾ അകത്തിടുമ്പോൾ കുറച്ച് കംഫർട്ടബിളാണ്. അല്ലെങ്കിൽ നമുക്ക് അടിയിൽ സ്ലിപ്പൊക്കെ ഇടുമ്പോൾ അതൊരു എക്സ്ട്രാ ഫിറ്റിങ്ങും ഒരു ഡിസ്റ്റർബൻസ് ആണ്. അതുകൊണ്ട് അങ്ങനെയാണ് തയ്പ്പിച്ചത്. സോ ദിസ് ഇസ് ദാറ്റ് പാറ്റേൺ. ഇപ്പോൾ എത്നിക് വീവ്സിൽ പലരും ചെന്നിട്ട് യങ് ഗേൾസൊക്കെ പോയിട്ട് ചോദിക്കും, ആ സിന്ധു ആൻറ്റിയുടെ ഫ്രോക്ക് പോലത്തെ തച്ച് തരുമോ? ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന സരിത പറയുമോ, മാഡം 1-2 പേരുമായിട്ട് സിന്ധു ആൻറ്റിയുടെ ഫ്രോക്ക് പോലെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഫ്രോക്കിന് എത്നിക് വീവ്സിൽ ഇട്ടേക്കുന്ന പേരാണ് സിന്ധു ആൻറ്റിയുടെ ഫ്രോക്ക്. അപ്പോൾ ഓക്കെ, ഞാൻ കുളിക്കാൻ പോകുന്നു. ബൈ.
ഓസിക്കായിട്ട് ഇച്ചിരി നാരങ്ങ പിക്കിളിടാമെന്ന് വെച്ചു. ഇവിടെ ഇരുന്നതാണ് ഇതുപോലെ വെറും നാരങ്ങ വിനീഗറിൽ ഉപ്പിലിട്ടത്. അത് തീർന്നു പോയി. അപ്പോൾ ഒരു 5-6 നാരങ്ങ വാങ്ങിയിട്ട് അപ്പച്ചോടത് ബോയിൽ ചെയ്ത് വയ്ക്കാൻ പറഞ്ഞു. ഉപ്പിട്ടാണോ വേവിച്ചത്? ഇച്ചിരി ഉപ്പിട്ടിട്ട് വേവിച്ച നാരങ്ങ. നല്ല മണം. നാരങ്ങയുടെ പിക്കിള്, ഏത് തരം പിക്കിള്, നാരങ്ങ, മാങ്ങ എല്ലാം എന്തൊക്കെ ഡിഫറെൻറ്റ് രീതിയിലിടാൻ പറ്റും. ഒരുപാട് രീതിയിലിടാൻ പറ്റും. ഓരോ വീട്ടുകളിൽ എനിക്ക് ഓരോ ആൾക്കാരിടുന്ന നാരങ്ങ അച്ചാറുകളും വേറെ ടേസ്റ്റായിരിക്കും. ഇത് വെറും വൈറ്റ് കളറായിട്ടുള്ള സംഭവമാണ്. എരിയുള്ളതൊക്കെ സ്ഥിരമാക്കാണ്ട്. ഇവിടെ ഒരിടയ്ക്കാണെങ്കിൽ നമ്മൾ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ തോട് കളയാതെ ഇതുപോലെ ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കും. കിച്ചുവിൻ്റെ ഐഡിയ ആയിരുന്നു. നമ്മൾ നാരങ്ങ പിഴിഞ്ഞിട്ട് മിക്ക ദിവസം വീട്ടിൽ 2 നാരങ്ങ 3 നാരങ്ങയൊക്കെ പലപ്പോഴും നമ്മൾ പിഴിയും. അപ്പോൾ പണ്ട് അതിൻ്റെ ഫ്രിഡ്ജിലൊരു പാത്രത്തിൽ വിനീഗർ ഉപ്പുവെള്ളം മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഇട്ടിട്ട് വെക്കും. അതൊരു 10-30 നാരങ്ങ ഒരുമിച്ചാകുമ്പോൾ അതിനെ എടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് എരിയുള്ള അച്ചാറാക്കും. ഭയങ്കര ടേസ്റ്റ്. അപ്പോഴത്തേക്ക് അത് നാരങ്ങയുടെ നമ്മൾ സാറിന് കളയുന്ന തൊലി അത് അതിനകത്ത് കിടന്ന് ഉപ്പൊക്കെ പിടിച്ച് നല്ലൊരവസ്ഥയായിരിക്കും. ഇപ്പോൾ പൊതുവേ നമ്മുടെ ഇവിടെ നാരങ്ങയുടെ തോട് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഓറഞ്ചിൻ്റെയും നാരങ്ങയുടെയും തൊലി എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉണ്ടാക്കുന്നത്. നമ്മൾ കുറേ നാളായിട്ട് നാരങ്ങയുടെ ഓൾമോസ്റ്റ് ഒരു 3 വർഷത്തോളമായിട്ട് ഈ ഡിഷ് വാഷ് ലിക്വിഡ് അത് അറിഞ്ഞൂടാത്തവർ എൻ്റെ വ്ളോഗുകൾ, ഞാൻ യൂട്യൂബ് വ്ളോഗ് ഇട്ട് തുടങ്ങി ആ കാലത്ത് വൺ ഓഫ് മൈ ഫസ്റ്റ് ഫ്യൂ വീഡിയോസിലൊന്നായിരുന്നു അത്. എപ്പോഴെങ്കിലും ഒന്ന് പോയി നോക്കുക കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുള്ളായൊരു സാധനമാണ്. അതാക്കി തുടങ്ങിയതിന് ശേഷം നമ്മുടെ വീട്ടിൽ അതില്ലാതെ പാത്രം കഴുകില്ല. തീരാറാകുമ്പോൾ പിന്നും ആക്കും. അത് ഭയങ്കര കൺവീനിയൻ്റാണ് ആൻഡ് ഗുഡ് ഫോർ ദ ഹാൻഡാണ്. നമ്മുടെ കൈക്ക് തീരെ അലർജിയോ ഒന്നും ആവുമെന്ന് പേടിക്കേണ്ട. പ്ലസ് നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന കെമിക്കൽ മിനിമം ജസ്റ്റ് ആ ഒരു നമ്മൾ വിമ്മിൻ്റെയൊക്കെ ലിക്വിഡ് ഒരു ശകലം, ഇതൊരു 3/4 മറ്റേതൊരു ഡ്രോപ്പും കൈ മുറിഞ്ഞില്ല ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരു കെമിക്കൽ കുറവായിരിക്കും. നമ്മുടെ പാത്രത്തിൽ കെമിക്കലാവുന്നത് കുറവായിരിക്കും. കുറച്ച് ലിക്വിഡ് ഇടുന്നുണ്ടല്ലോ. നമുക്ക് ആ ലിക്വിഡിലോട്ട് ഇത് ആപ്പിൾ സിഡാർ വിനീഗർ അതും കൂടെ ഒരു ശകലം ഇട്ട് നാരങ്ങ വേവിച്ച കുറച്ച് വെള്ളം, നാരങ്ങ കട്ട് ചെയ്തപ്പോൾ വന്ന ആ ജ്യൂസ്, പിന്നെ ആപ്പിൾ സിഡാർ വിനീഗറും കുറച്ച് ഉപ്പും, ഹിമാലയൻ പിങ്ക് സോൾട്ട്. ഓക്കെ. ടണ്ടടായ്. അയ്യോ ഒരു കാര്യം പറഞ്ഞു. കാന്താരി മുളക് ഞാൻ ഇന്ന് വാങ്ങിയതാണ്. കാന്താരി മുളക് ഇപ്പം നമുക്ക് ഇതിനകത്ത് വെളുത്തുള്ളി കിടപ്പുണ്ട്. ഒരു വെളുത്തുള്ളി ഇതിനകത്ത് കിടന്നത് അവിടെ തന്നെ കിടക്കുക. വെളുത്തുള്ളി 3-4 കഷ്ണം ഇടാം. കാന്താരി മുളക് ഞങ്ങളുടെ ഇവിടെ ധാരാളം ഉണ്ടായിരുന്നു. പച്ച കളറുണ്ടായിരുന്നു, വൈറ്റ് കളറുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം കാലാവധി കഴിഞ്ഞു. ഇന്ന് ഞാൻ പോയി സ്പ്രിങ്ങിൽ ഞാൻ കാണിച്ചു തന്നില്ലേ, അടിപൊളി മുളക് നിൽക്കുന്നത്. ഞാൻ മുളക് ചില സമയത്ത് ഒരു സീസണാണ്. ചിലപ്പോൾ വർഷങ്ങളോളം വീട്ടിലിങ്ങനെ മുളക് കാണും. എൻ്റെ പാരൻസിൻ്റെ വീട്ടിലും വെള്ളമുളക്, പച്ചമുളക്, കാന്താരി ഒരുപാട് വർഷങ്ങളോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റ ചെടി പോലുമില്ല. ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ തീരെയില്ല, ഒന്നുമില്ല. അവിടെ ഇവിടെ നട്ടേക്കുന്നതിന് ഒരു ജീവനില്ല. അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങണം. പക്ഷേ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വീട്ടിലുണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ.
എനിക്ക് ടിഷ്യൂ പേപ്പർ തരുമോ? അടുപ്പില്ലേ ഉപ്പിൻ്റെ ഒരു സ്റ്റീൽ. ഇത് ഒലുവുണ്ട് അടുപ്പില്ല. ആ ഡബ്ബ മാറ്റണം നെക്സ്റ്റ് ടൈം. ഓക്കെ, ഇനി ഇനി മിണ്ടാതെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു 3-4 ദിവസം കഴിഞ്ഞെടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും. ഭയങ്കര കുക്കിംഗ് ആയിപ്പോയി അല്ലേ? അപ്പോൾ ഓക്കെ. പുറത്ത് കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ പൊട്ടിച്ചതിൻ്റെ, അതെല്ലാം കൊണ്ടുപോയി. ഇന്നിവിടെ വർക്കേഴ്സ് അല്ലാതെ പണിക്കാരില്ല. അവരുടെ എന്തോ മെഷീൻ കേടായതുകൊണ്ട് അവർ വന്നില്ല. അല്ലെങ്കിൽ ഇന്നും ഡ്രില്ലിംഗ് ഒക്കെ നടക്കേണ്ടതാണ്, ഒന്നും നടന്നില്ല. എന്തായാലും വേസ്റ്റ് കൊണ്ടുപോയപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായി. കാരണം കോമ്പൗണ്ട് ചുറ്റും കിടക്കുമായിരുന്നു പൊളിച്ച ഐറ്റംസും. നല്ല സാധനങ്ങളൊക്കെയാണ് ഞാൻ അപ്പച്ചിയുടെ അവിടെ നിന്ന് വന്നിട്ട് ഡോറ് കൊടുത്തൊക്കെ കൊണ്ടുപോയി. ഇന്ന് ബാക്കി ഒത്തിരി വേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം ഇഷാനി കുട്ടിക്ക് വേണ്ടി ഒരു കൊളാബിൻ്റെ ഷൂട്ട് ചെയ്യാൻ ഫുൾ ഡേ ഡെഡിക്കേറ്റ് ചെയ്തേക്കാണ് ഞാൻ. സമയം ഇപ്പോൾ 12 മണി. രാവിലെ വരുമെന്ന് പറഞ്ഞതാണ് ഇഷാനി. ഇതുവരെ ആൾ റെഡിയായില്ല. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് സ്റ്റുഡിയോയിലായിരിക്കും അതിൻ്റെ ഷൂട്ടെന്ന് തോന്നുന്നു. ഞാൻ രാവിലെ തൊട്ട് എൻ്റെ എന്ന് വേണ്ട യൂണിഫോമൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് റെഡിയായിട്ട് നിൽക്കുക. ഇന്ന് ലഞ്ച് ഇസ് ജസ്റ്റ് ഗെറ്റിംഗ് റെഡി. വിസിൽ കേട്ടോ കുക്കറിൻ്റെ. സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നൊരു ഷൂട്ട് ചെയ്ത് കൊടുക്കണം എന്നല്ലാതെ കുഴപ്പമൊന്നുമില്ല. റിലാക്സ് ഡേ ആണ്. ഹൻസിക്കുട്ടി കോളേജിൽ പോയി, അമ്മു ജിമ്മിൽ പോയി, ഓസി ഇവിടുത്തെ സൗണ്ട് സഹിക്കാൻ പറ്റാതെ 2-3 ദിവസത്തേക്ക് അങ്ങോട്ട് പോയി അശ്വിൻ്റെ അവിടെ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ഒരു വ്ളോഗിൽ അത്യാവശ്യം ലെങ്തായി. പിന്നെ ഇഷാനിയുടെ ഫുട്ടേജസ് എങ്ങാനും ഷൂട്ട് ചെയ്യുമ്പോൾ വല്ലതും എടുക്കാൻ ചാൻസ് ഇല്ല. സോ ഐ തിങ്ക് ഐ വിൽ സീ യു ഓൾ സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ വിത്ത് സംതിങ്. ഐ ഡോണ്ട് ഈവൻ നോ വാട്ട്. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. കാണാം. ഞാൻ ഇന്നലെ ഇന്നുമായിട്ട് കുറേ നേരം ഇരുന്ന് ഇഷാനിയുടെയൊക്കെ എല്ലാ വീഡിയോസും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇന്നലെ ഇഷാനിയുടെ ഒരു മേക്കപ്പിൻ്റെ വീഡിയോ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇഷാനിയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് ഓരോ ഇഷാനിയുടെ വീഡിയോസ് വരാൻ തുടങ്ങി. അങ്ങനെ ബാലിയിലെ വീഡിയോ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ റിലാക്സിങ് ആയിട്ട് ഐ വാസ് എൻജോയിങ്. പലപ്പോഴും ഞാനും വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് ഞാൻ പൊതുവെ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ അല്ല, ഇത് ഇഷാനിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാകുമ്പോൾ ഞാനൊക്കെ കാണും. അങ്ങനെ ഐ വാസ് ജസ്റ്റ് സീയിങ് ഓൾ ദാറ്റ് ആൻഡ് എൻജോയിങ്. സോ shoot time for me. Take care all of you all. See you all soon in my next video. Bye.